ഇന്നൊരു സാറ്റർഡേ ആണേ. അപ്പോൾ നമുക്കൊരു ലഞ്ച് വീഡിയോ കാണാം. ലഞ്ചിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല, തട്ടിക്കൂട്ട് ലഞ്ചാണെന്ന്. കാരണം മീനില്ല, മുട്ടയില്ല, ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു തട്ടിക്കൂട്ട് ലഞ്ച് ഇന്ന് ഉണ്ടാക്കാം. പക്ഷേ എല്ലാവർക്കും വയറ് ഫില്ലാവേം വേണം, അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് താനും. ഇപ്പോൾ ഒരു മീൻകറി ഉണ്ടെങ്കിൽ എന്നെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിലോ ഓക്കെ. പക്ഷെ അല്ലെങ്കിലാണ് പാട്. ഇപ്പം കത്തിരിക്ക എടുത്ത് ഫ്രൈ ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോഴേക്കും അതിനകത്ത് കുറേ പുഴുക്കുട്ടന്മാർ ഇരിക്കുന്നു. സോ അതിനെയൊക്കെ കളഞ്ഞ് പെറുക്കി ബാക്കിയുള്ളതിനെയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. ഇത് ഫ്രൈ എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷേ ഇത് ഫ്രൈ ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു വന്നാൽ പിന്നെ ഇത് ഫ്രൈ ചെയ്തോളാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാസു വന്നിട്ടുണ്ട്. അല്ല എന്തോന്ന് കയ്യില് ഇതെവിടുത്തിട്ടേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് നടത്താറുണ്ട് കേട്ടോ, അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കത്തിരിക്ക ഫ്രൈ ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, കുരുമുളക് പൊടി ഉണ്ട് ഞാൻ ചേർക്കാറുണ്ട്, പക്ഷേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചൂട് ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കും കേട്ടോ. കുറച്ച് നേരം തിരുമ്മി വെച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നമ്മളിങ്ങനെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പൊരിച്ച് കഴിഞ്ഞാൽ ആ മസാല എല്ലാം അതിൽ പിടിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റ്. അങ്ങനെ കത്തിരിക്കൊക്കെ മസാലയൊക്കെ പറ്റി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട്, എനിക്ക് എപ്പോഴുള്ള സ്വഭാവമാണ് അപ്പോഴെപ്പോഴാ കൈ കഴുകും. എന്തോ ഒരു സ്വഭാവമായിരിക്കണം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാലും എനിക്കിങ്ങനെ കൈ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് പിന്നുള്ള പച്ചക്കറിയൊക്കെ തപ്പിയെടുക്കുകയാണെങ്കിൽ എന്ത് തോരൻ വെക്കാം, എന്ത് മെഴുക്ക് വെട്ടി ഉണ്ടാക്കാം. അപ്പം ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഏട്ടനൊരു സ്റ്റോറേജ് ബോക്സ് മേടിച്ചാണ്. പക്ഷേ അത് ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സ് ആണെന്ന് എഴുതിയില്ല. പിന്നെ ഞാൻ പച്ചക്കറി ഇടാൻ വേണ്ടി ഉപയോഗിക്കും. ഫ്രിഡ്ജിൽ കഴുകി വെച്ചാലും 2 ദിവസം ആകുമ്പോഴേക്കും അത് ഇരിക്കും. പക്ഷെ കഴുകാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അപ്പോഴെപ്പോഴും ആവശ്യത്തിന് നന്നായിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവില്ല എന്ന് എനിക്കൊരു തോന്നൽ. അപ്പം അതിനെക്കൊണ്ട് എന്തായാലും ഇതവിടെ ഇരിക്കുകയല്ലേ, നമുക്കിങ്ങനെ ഈസി ടു യൂസബിൾ ആയതുകൊണ്ട് ഇങ്ങനെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കും ഒരു ശല്യമില്ല. എൻ്റെ പച്ചക്കറികൾ അവിടെ കിടക്കുകയും ചെയ്യും. അങ്ങനെ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് ക്യാരറ്റും ഉണ്ട്, ബീട്രൂട്ടും ഉണ്ട്. അപ്പോൾ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ഒരുപാട് അങ്ങോട്ട് കുഞ്ഞാക്കാണ്ട് കുറച്ച് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇവിടെ ചോപ്പറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതും കൂടി കഴുകണ്ടേ എന്ന് ഓർക്കുമ്പമുള്ള വിഷമം കൊണ്ട് ഇതുപോലെ കൈകൊണ്ടങ്ങ് അരിഞ്ഞെടുക്കും. ഈ കട്ടിംഗ് പ്ലേറ്റും കൊള്ളാം. ഇതിനകത്ത് ചപ്പാത്തിയും പരത്താട്ടോ. ചപ്പാത്തി പരത്താൻ ഒരു ഇതുപോലത്തെ തന്നെ ഒരു കമ്പുമുണ്ട്. ചപ്പാത്തി പരത്തിയിട്ടില്ല, ഞാൻ ഇതിനു വേണ്ടി തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത്. നല്ല രസമാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള സാധനമാണ്. ഇതാകുമ്പോൾ നമുക്ക് ആ കൗണ്ടർ ടോപ്പിലേക്ക് കയറ്റി വയ്ക്കുകയും ചെയ്യാം, നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ സവാളയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അരിഞ്ഞെടുക്കുക. വളരെ സിമ്പിൾ മെഴുക്കുവരട്ടിയാണ്. പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ശേഷം ഈ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഉപ്പും ചേർത്ത് നല്ല ഇളക്കി വയ്ക്കും. ബസ്സൊന്നും കഴിക്കേണ്ടതിനെ കൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് കേട്ടോ അതിലിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എരി വേണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കുരുമുളക് പൊടി എന്തായാലും ഇല്ല ഇടാൻ, ഇത്തിരി മുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ പച്ചമുളക് ധാരാളമായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സാലഡും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റേ ഗ്രീക്ക് യോഗോട്ട് വെച്ചിട്ട് ക്യാരറ്റും സവാളയും പിന്നെ കോണും എത്ര ഇട്ടിട്ട് ഒരു കുട്ടി സാലഡ്. കുറച്ച് ചോറ് കുറച്ച് കഴിക്കാമെന്നുള്ള രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിനൊക്കെ ഇളക്കി എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ കുക്കറിൽ കുറച്ചല്ല ചോറും വെച്ചിട്ടുണ്ട്. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക എടുത്ത് കുറേശ്ശെയായിട്ട് വറുത്തെടുക്കുകയാണ്. കത്തിരിക്ക ഒരു സൈഡ് മുരിഞ്ഞു വന്ന ശേഷം ഞാൻ മറിച്ചിടുന്നതാണ്. ഇതൊരു നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. പെട്ടെന്ന് യൂസ് ചെയ്യാനെല്ലാം നമുക്ക് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഈ സ്പൂണിട്ട് കോരി മറിച്ചിടുന്നതിനേക്കാളിലും എനിക്ക് കുറച്ചും കൂടെ മീൻ പൊരിക്കാനാണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യാനാണെങ്കിലും എടുത്ത് നമുക്ക് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഇത് വെച്ചിട്ട്.
ഈ നെറ്റിൻ്റെ ഡോർ ഇന്ന് വെച്ചാണ് കേട്ടോ. ഇവിടെ ഭയങ്കരമായ പാമ്പിൻ്റെ ശല്യം. ഭയങ്കര പാമ്പെന്നല്ല, ഒരു ദിവസം ഞാൻ കണ്ടു നമ്മുടെ അടുക്കളയുടെ അവിടെ ഒരു പാമ്പ് കിടക്കുന്നത് കിണറിൻ്റെ കരയിൽ. സോ എനിക്ക് ഈ ജനലും ഡോറൊക്കെ തുറന്നിടാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. സോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയതിനെ കൊണ്ട് നമ്മൾ എപ്പോഴും തുറന്നിടുന്ന ജനലിനും ഡോറിനും ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം എന്തായാലും. നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ പുറത്തുനിന്ന് ആർക്കും തുറക്കാനും പറ്റില്ല. നമ്മൾ അകത്തും തുറന്നാലേ പുറത്തുനിന്ന് വലിച്ചാലും തുറയുള്ളൂ. അങ്ങനെ നമ്മുടെ കത്തിരിക്കയൊക്കെ ഫുൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു തട്ടിക്കൂട്ട് മോര് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മോരിന് നല്ല മഞ്ഞൾപ്പൊടി ഇട്ട്, നല്ലതല്ല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. ഒരുപാട് ചൂടാക്കി അതിന് പിരിക്കാൻ പാടില്ല. പിന്നെ ഇതിന് ട്രിവാൻഡ്രത്തെ ഈ മുളകിന് ഒടങ്കുലി മുളക് എന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഈ അമ്മച്ചിമാർ വിൽക്കൂട്ട ചന്തയിൽ. അപ്പം ഞാൻ ചോദിച്ച് മേടിക്കും, കുറച്ചുകൂടി തരുമോ എന്ന്. അപ്പം ഞാൻ മീൻകറിയിലൊക്കെ ഇടാറുണ്ട്. പിന്നെ അതിനകത്തേക്ക് മുളകും കടുകും കൂടെ ജസ്റ്റ് ചൂടാക്കി അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈസി മോര് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ശർക്കരയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഇനിയുള്ളത് കിച്ചൺ ക്ലീനിങ് ആണ്. കിച്ചൺ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ വേസ്റ്റിനൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ വേസ്റ്റ് കുഴിയുണ്ട് കേട്ടോ. അതിനകത്ത് പിന്നെ എന്തോ പൊടി എന്തോ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമുക്കതിനെ വളമാക്കി മാറ്റുന്ന ഒരു സംഗതി. അങ്ങനെ പിന്നെ എന്താ ഉള്ളത്, പാത്രം കഴുകുക. എവിടെ നോക്കിയാൽ ഇത് തന്നെ. എത്ര കഴുകിയാൽ ഈ പാത്രം കഴുകുന്നതൊരു ടാസ്ക് പിടിച്ച പണി വേറെ ഇല്ല കേട്ടോ. പിന്നെ കഴിയല്ലേ പറ്റുള്ളൂ. പിന്നെ എല്ലാത്തിനെയും കഴുകി പോരാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഞാൻ ഉണങ്ങിയതിന് ശേഷമേ ഈ അകത്ത് കബോർഡിലെടുത്ത് വയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇരുന്ന് വെള്ളം ഇറങ്ങും. സോ ഇതിന് ഇവിടെ പുറത്ത് കൊണ്ട് വെച്ചാൽ വെയിലുകൊണ്ട് നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് എടുത്ത് വയ്ക്കാനും പറ്റും. പിന്നെ ചോറായിട്ടുണ്ടായിരുന്നു, ചോറിനെ ഊറ്റി തീർന്നു. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് ക്യാരറ്റ് ബീട്രൂട്ട് മെഴുക്കുവരട്ടി, പിന്നെ ഒരു ഈസി മോര് കറി, പിന്നെന്താ ഉള്ളത്, സാലഡ്, ഒരു ഹെൽത്തി സാലഡ് യോഗട്ടൊക്കെ ചേർത്തിട്ടുള്ളത്, പിന്നെ കത്തിരിക്ക ഫ്രൈ, ദെൻ ചോറ്, പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ, ചെമ്മീൻ ചമ്മന്തി. ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എവിടെയോ മിസ്സായി, എന്തോ എനിക്കറിയില്ല. പിന്നെ ചെമ്മീൻ പൊടിയൊക്കെ വെച്ചിട്ടൊരു ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഇത്തിരി ചെമ്മീൻ്റെ പൊടിയിരുന്നു. അങ്ങനെ നമ്മുടെ ലഞ്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്വഭാവ വ്ലോഗ്സ്.